കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലാ നിങ്ങൾ മുജാഹിദുകളായ ഞങ്ങളെ ഊരി വിലക്കിയത്? ഭീമാപള്ളിയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ 10-27 ആളുകൾക്കെന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയല്ലേ? ഒരു ബാർബർ ഷോപ്പിൽ കയറിയിട്ട് മുടിവെട്ടാനിരുന്നാൽ നിങ്ങളുടെ ഭീഷണി കാരണത്താൽ ഷോപ്പുകാരന് വെട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ല. മുജാഹിദിന്റെ മുടിയാണെങ്കിൽ വെട്ടരുത്, കാരണം അവർക്കിപ്പോ രോമം വേറെയുണ്ടല്ലോ. ബോംബെയിലെ തെരുവിലെ രോമമുണ്ടല്ലോ, പാവപ്പെട്ട മുജാഹിദിന്റെ രോമം എന്തിന്? അതുകൊണ്ട് മുജാഹിദുകളെ പോലും ബഹിഷ്കരിക്കുന്നു, അവരുടെ കച്ചവട സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെ ഊരി വിലക്കിയിരിക്കുകയാണ്, പല സ്ഥലങ്ങളിലും ചെയ്യുന്നു. ഈ രൂപത്തിൽ അതാ മുജാഹിദിനെതിരെ എല്ലാ രൂപത്തിലും ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങളും ഗുണ്ടായിസവും കാണിക്കുന്ന ഇവന്മാരിപ്പോൾ സാക്ഷാൽ കാന്തപുരം ഇപ്പോൾ പത്രക്കാരോട് വിളിച്ചു പറഞ്ഞു. മാധ്യമത്തിലും കാണാം, മാതൃഭൂമിയിലും കാണാം. എന്താ പറഞ്ഞത്? വഹാബികളെ ഞങ്ങൾ പിഴുതെറിയും. വഹാബികളെ പിഴുതെറിയും പോലും കാന്തപുരത്തിന്റെ ഒരു പൂതി. മുപ്പര് പറയുന്നത് എന്താ? പ്രചരണം കേരളത്തിൽ ഞങ്ങൾ ശക്തമാക്കാൻ സുന്നി വിഭാഗങ്ങൾ ഒരുങ്ങുന്നു. എന്താ കാരണം? ഭീകര പ്രവർത്തനങ്ങളില് കേരളത്തിൽ നിന്നുള്ളവർ പങ്കാളിയാവുന്നതിനുള്ള കാരണം വഹാബി പോലുള്ള ചിന്താധാരകളാണ്. മുടിയിൽ നിന്ന് തടിയൂരാൻ വേണ്ടി മുസ്ലിയാര് മറ്റേ സുന്നികളെ കൂട്ടുപിടിക്കാൻ നോക്കുന്നു. അവരാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പറയുന്നു, ഈമാനിന്റെ കണികയുള്ളവര് ഈ രോമക്കച്ചവടക്കാരന്റെ കൂടെ കൂടാനാവില്ല. അപ്പുറത്ത് അത് പറയുമ്പോൾ ഇപ്പുറത്ത് ഇയാള് പറയുന്നു, ഒന്നിക്കണം വരൂ, ഒന്നിക്കണം വരൂ, വഹാബിസത്തെ എതിർക്കണം. രോമക്കച്ചവടത്തിൽ നിന്ന് തടിയൂരാൻ സാധ്യമാകാതെ വന്നപ്പോ മുജാഹിദുകൾക്കെതിരെ ഭീകരവാദം ആരോപിക്കുകയാണ് കാന്തപുരം മുസ്ലിയാര്. നിങ്ങൾക്കറിയോ, കേരളത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് മടങ്ങ്. പത്രക്കട്ടിങ്ങൾ 100 കണക്കിനുള്ളവന്റെ കയ്യിലുണ്ട്. ആരാണിവിടെ ഭീകരവാദികൾ? മുജാഹിദുകൾ ഒരാളുടെ പരിപാടി കയ്യേറാറുണ്ടോ? ആരെയെങ്കിലും മുജാഹിദുകൾ കൊലക്കത്തിക്കരയാക്കിയോ? ഏതെങ്കിലും വീടുകൾ കൊള്ളയടിച്ചോ? ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ തല്ലിത്തകർത്തോ? എവിടെയെങ്കിലും അന്യമതസ്ഥരെ കൊന്നൊടുക്കാൻ നിന്നുവോ? കൊലപാതകത്തിന് പ്രേരിപ്പിച്ചോ? അതിനുവേണ്ടിയുള്ള ദിക്റുകൾ പഠിപ്പിച്ചോ? ആർക്കാണ് ഇവിടെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത്? സാക്ഷാൽ കാന്തപുരത്തിന്റെ പാർട്ടിക്ക് ജമിയത്തുൽ ഇഹ്സാനിയ എന്ന തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ലേ? ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ലേ? മുജാഹിദുകളെയും എല്ലാ ആളുകളെയും കൊന്നെടുക്കാനായിരുന്നില്ലേ പ്ലാന്? അങ്ങനെ എത്ര പേരെ നിങ്ങൾ, പാവപ്പെട്ട പൂരൂരിലെ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന നല്ലവനായ ഒരു മനുഷ്യൻ, മദ്രസയിൽ പഠിപ്പിക്കുന്ന നല്ലവനായ ഒരു മനുഷ്യൻ, ആ നാട്ടിൽ സർവർക്കും സുസമ്മതനായിരുന്ന പൂരൂരിലെ അബൂബക്കർ ഹാജി, അതേ ക്ലാസ് കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിൽ ഇറങ്ങുമ്പോൾ ജനലിലൂടെ ബോംബെറിഞ്ഞ് കൊന്നവരല്ലേ ഈ ആളുകൾ? എത്ര പേരെ നിങ്ങൾ തല്ലിക്കൊന്നു? എത്ര പേരെ ബോംബ് വെച്ചു കൊന്നു? എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ പരിപാടികൾ കയ്യേറി? എത്ര സ്ഥലങ്ങളിൽ ഈ കാന്തപുരം വിഭാഗം അക്രമങ്ങൾ അഴിച്ചുവിട്ടു? ഒരൊറ്റ മുജാഹിദ് ഇന്നേ വരെ ഇവരുടെ ഒരു പരിപാടി കലക്കാൻ പോയിട്ടുണ്ടോ? കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എത്രത്തോളം പ്രിയമുള്ളവരെ, എനിക്ക് വായിക്കാൻ സമയമില്ല. പത്രക്കാരും മനസ്സിലാക്കണം, സാംസ്കാരിക നേതാക്കന്മാരും മനസ്സിലാക്കണം, ആരാണ് ഇവിടെ ഭീകരവാദം പ്രചരിപ്പിക്കുന്നത്.